സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയുടെ 94ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമാകാൻ രാജ്യത്തെ ഓൺലൈൻ ഓഫ്ലൈനുമായ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്കും വാണിജ്യ മന്ത്രാലയം അവസരമൊരുക്കുന്നു. സെപ്റ്റംബർ 16 മുതൽ 30 വരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ് പ്രഖ്യാപിക്കാനുള്ള ഡിസ്കൗണ്ട് ലൈസൻസ് വാണിജ്യ മന്ത്രാലയം നൽകും. ഇതിനുവേണ്ടി ഓൺലൈനായി അപേക്ഷിക്കാം. രാജ്യത്ത് എല്ലായിടത്തുമുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും ഈ സ്റ്റോറുകൾക്കും ഡിസ്കൗണ്ട് ലൈസൻസ് ഓൺലൈൻ സംവിധാനത്തിലൂടെ നൽകാനുള്ള സൗകര്യമാണ് മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് ഒരു വർഷം നിശ്ചയിച്ചിട്ടുള്ള പരമാവധി ഡിസ്കൗണ്ട് ദിവസങ്ങൾ കൂടാതെയാണ് ദേശീയ ദിനം പ്രമാണിച്ച് ഈ ഡിസ്കൗണ്ട് ദിവസങ്ങൾ അനുവദിക്കുന്നത്. ദേശീയ ദിന വിൽപ്പന സീസൺ ഈ മാസം 16 മുതൽ 30 വരെ തുടരുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ സ്റ്റോറുകൾക്കും ഡിസ്കൗണ്ട് ലൈസൻസുകൾ എളുപ്പത്തിൽ നേടാം. അത് പ്രിന്റ് ചെയ്ത ഉപഭോക്താക്കൾ കാണും വിധം കടകളിൽ പ്രദർശിപ്പിക്കണം. സ്ഥാപനങ്ങളിലും ഈ സ്റ്റോറുകളിലും വിലക്കിഴിവുകൾക്കായി 9 നിബന്ധനകൾ വാണിജ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് ലൈസൻസ് നേടുക, അത് വ്യക്തമായി പ്രദർശിപ്പിക്കുക, വിലക്കിഴിവ് നൽകുന്ന ഉൽപ്പന്നങ്ങളിൽ പ്രൈസ് ടാഗ് ഘടിപ്പിക്കുക, വിലക്കിഴിവിന് മുമ്പും ശേഷവും വിലകൾ മാറ്റിയെഴുതുക, വിലക്കിഴിവിൻ്റെ സാധുത ഉപഭോക്താവിന് ലൈസൻസിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സൗകര്യമൊരുക്കുക, വിലക്കിഴിവ് ഏർപ്പെടുത്തുമ്പോൾ തന്നെ യഥാർത്ഥ വിലകളിൽ കൃത്രിമം കാണിക്കാതിരിക്കൽ, കിഴിവ് നിരക്കുകൾ ഉപഭോക്താവിന് വ്യക്തമായി കാണും വിധം പ്രദർശിപ്പിക്കണം, ഓഫർ കാലയളവിലെ എക്സ്ചേഞ്ച് റിട്ടേൺ പോളിസി ഉപഭോക്താവിനോട് വെളിപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങൾക്കുള്ള വാറന്റി നിയമം പാലിക്കണം, ഇ-കൊമേഴ്സിലെ പരസ്യ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം ഉൽപ്പന്നം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉപഭോക്താവിന് ലഭ്യമാക്കണം എന്നിവയാണ് നിബന്ധനകൾ. ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണ സാധനങ്ങളുടെ വിതരണം സൗദി അറേബ്യ തുടരുന്നു. ജോർദാനുമായി സഹകരിച്ചാണ് നടപടി. സൗദി പ്രതിരോധ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് ആൻഡ് റിലീഫ് സെന്ററാണ് ദുരിതാശ്വാസ വിമാനങ്ങൾ അയച്ചത്. ഗുണനിലവാരമുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും അവശ്യ വസ്തുക്കളുമാണ് വിതരണം ചെയ്യുന്നത്. ഫലസ്തീനികൾക്ക് അവ എത്തിക്കുന്നതിനായി സൗദിയുടെ 2 ദുരിതാശ്വാസ വിമാനങ്ങളാണ് തിങ്കളാഴ്ച ജോർദാനിലെത്തിയത്. ഇസ്രായേൽ അധിനിവേശ സേന ഫലസ്തീനിലേക്കുള്ള അതിർത്തികൾ അടച്ചത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ മറികടക്കാനാണ് ജോർദാൻ സായുധ സേനയുടെ സഹകരണത്തോടെ ദുരിതാശ്വാസ പദ്ധതിക്ക് വഴി തുറന്നത്. ചെങ്കടലിൽ സൗദിയിൽ നിന്നുള്ള എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് കമ്പനി ഉടമകൾ അറിയിച്ചു. അംജദ് എന്ന തങ്ങളുടെ കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചെന്ന പ്രചാരണം സൗദി നാഷണൽ ഷിപ്പിംഗ് കമ്പനി നിഷേധിച്ചു. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ ടാങ്കർ കപ്പൽ തിങ്കളാഴ്ച ആക്രമണത്തിനിരയായ മറ്റൊരു ടാങ്കറിന് സമീപം ചെങ്കടലിൽ സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ഇത് ആക്രമണത്തിനിരയായിട്ടില്ല. നാശനഷ്ടങ്ങളോ ആളുകൾക്ക് പരിക്കോ ഉണ്ടായിട്ടില്ലെന്നും കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി. കപ്പൽ ഒരു തടസ്സവുമില്ലാതെ മുൻ നിശ്ചയിച്ച പ്രകാരം ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരുകയും ചെയ്യുന്നുണ്ട്. സൗദി തലസ്ഥാന നഗരത്തിൽ വാണിജ്യ സ്ഥാപന സമുച്ചയത്തിന് തീപിടിച്ചു. റിയാദ് നഗരത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തെ അൽ യർമുഖിലാണ് ചൊവ്വാഴ്ച രാവിലെ നിരവധി കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയും പോലീസുമെത്തി രക്ഷാപ്രവർത്തനവും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും നടത്തി. മണിക്കൂറുകൾക്കുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കോ ആളപായങ്ങളോ ഇല്ലെന്നും എന്നാൽ വൻ സ്വത്ത് നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. തബൂക്ക് മേഖല ഗവർണറായ അമീർ ഫഹദ് ബിൻ സുൽത്താന്റെ സേവന കാലാവധി 4 വർഷത്തേക്ക് കൂടി നീട്ടി. തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാലാവധി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം പുറപ്പെടുവിച്ചതിന് സൽമാൻ രാജാവിനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും തബൂക്ക് ഗവർണർ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. രാജാവിനെയും രാജ്യത്തെയും മേഖലയിലെ ജനങ്ങളെയും തുടർന്നും സേവിക്കാൻ കാലാവധി നീട്ടി നൽകാനുള്ള ഭരണാധികാരികളുടെ ആത്മവിശ്വാസത്തിൽ അഭിമാനിക്കുന്നതായും ഗവർണർ വ്യക്തമാക്കി. വ്യാജ വിദേശ കറൻസികളുമായി അറബ് പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിലാണ് നിരവധി വ്യാജ നോട്ടുകൾ കണ്ടുകിട്ടിയത്. പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. തട്ടിപ്പുകളിൽ ഇരയാവാതിരിക്കാൻ അംഗീകൃത സ്ഥാപനങ്ങൾ വഴി കറൻസികൾ കൈമാറ്റം ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു.
ട്രാൻസിറ്റ് യാത്രക്കാർക്ക് മസ്കറ്റിൽ സൗജന്യ സ്റ്റോപ്പ് ഓവർ ഒമാൻ എയറും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവും പ്രഖ്യാപിച്ചു. ഒമാൻ എയറിന്റെ പ്രീമിയം ക്ലാസ് യാത്രക്കാർക്ക് മസ്കറ്റിൽ സ്റ്റോപ്പുള്ള ദിവസം ഒരു രാത്രി സൗജന്യ ഹോട്ടൽ താമസം അനുവദിക്കും. ഇക്കോണമി ക്ലാസ് യാത്രക്കാർക്ക് ഒരു ദിവസത്തെ നിരക്കിൽ 2 രാത്രിയും താമസ സൗകര്യവും ലഭിക്കും. നവംബർ 30 വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്നും ദേശീയ വിമാന കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. ഇതിനു പുറമെ ഒമാനിലെ ആഭ്യന്തര ടൂർ പാക്കേജുകൾ, വാടക കാർ സേവനങ്ങൾ തുടങ്ങിയവയിൽ വലിയ നിരക്കിളവും ലഭ്യമാകും. കുറഞ്ഞ സമയങ്ങൾക്കകം ഒമാന്റെ തലസ്ഥാന നഗരിയും പരിസരങ്ങളും ചുറ്റിക്കറങ്ങാനും ആസ്വദിക്കാനും യാത്രക്കാർക്ക് അവസരമൊരുങ്ങും. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഒമാൻ എയർ സൗജന്യ സ്റ്റോപ്പ് ഓവർ. ഒമാനിലേക്ക് യൂറോപ്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ഹെലോ യൂറോപ്പ് എന്ന പേരിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പ്രചരണ ക്യാമ്പയിൻ നടത്തിവരികയാണ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറുന്ന ടൂറിസം പ്രചാരണങ്ങളിൽ ഫ്രാൻസ്, ഇറ്റലി, UK, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, സ്പെയിൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 70-ൽ പരം ടൂറിസം കമ്പനികൾ പങ്കാളികളാകുന്നുണ്ട്. വർക്ക്ഷോപ്പുകൾ, പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സന്ദർശനം, പ്രദർശനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവ ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കും. ഒമാനിലെ ആകർഷകമായ പൈതൃക കേന്ദ്രങ്ങൾ മുതൽ ആഡംബരപൂർണമായ ഹോട്ടലുകൾ വരെയുള്ള വൈവിധ്യമാർന്ന ടൂറിസം സാധ്യതകളെ ഉയർത്തിക്കാട്ടുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഒമാനിലെ അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളെയും പ്രദർശനങ്ങളെയും പര്യവേക്ഷണം ചെയ്യുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. യൂറോപ്യൻ വിപണിയിൽ ഒമാൻ ടൂറിസത്തിന് കൂടുതൽ പ്രചാരം നൽകുകയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നതെന്ന് ടൂറിസം പ്രൊമോഷൻ ഡയറക്ടർ ജനറൽ ഹൈത്തം ബിൻ മുഹമ്മദ് അൽ ഗസാനി അറിയിച്ചു. ഒമാനിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പ്രൊമോഷൻ ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ഒമാനിലെ വിവിധ വിനോദ സൗകര്യങ്ങളും പ്രത്യേകതകളും ക്യാമ്പയിനിൽ അവതരിപ്പിച്ചു. ഇതിൽ പ്രധാനമാണ് സമ്മേളനങ്ങൾ, പ്രദർശനങ്ങൾ, വിവാഹവേദികൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ. ഇവയെക്കുറിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ കൃത്യമായി പ്രചാരം നൽകുന്നതിലൂടെ ഇത്തരം ഇവന്റുകൾക്ക് ഒമാനിലേക്ക് ഇന്ത്യക്കാരൊഴുകിയേക്കും. മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച വിദേശിയെ പോലീസ് ആൻഡ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എയർപോർട്ട് സെക്യൂരിറ്റി വിഭാഗം അറസ്റ്റ് ചെയ്തു. ബാഗേജിൽ ഒളിപ്പിച്ച 1200 മയക്കുമരുന്ന് ഗുളികകളാണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത്. പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണെന്നും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ഗതാഗതം, ലോജിസ്റ്റിക്സ്, IT മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്ന തസ്തികകൾ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. 4 ഘട്ടങ്ങളിലായി 2027 ജാനുവരിയോടെയാണ് സ്വദേശിവൽക്കരണം പൂർത്തിയാവുക. കൊമേഴ്ഷ്യൽ ബ്രോക്കർ, ഫോർക്ലിഫ്റ്റ് ഡ്രൈവർ, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഷിപ്പ് ടൈപ്പിംഗ് ആൻഡ് സെക്യൂരിംഗ് വർക്കർ, ലേബർ സൂപ്പർവൈസർ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സൂപ്പർവൈസർ, ക്വാളിറ്റി സൂപ്പർവൈസർ, പുതിയ വാഹനങ്ങളുടെ വിൽപ്പന, ക്വാളിറ്റി ഓഫീസർ, ക്വാളിറ്റി കൺട്രോൾ മാനേജർ, ഗുഡ്സ് അറേഞ്ചർ, ട്രാവൽ ഏജന്റ് എന്നിവ ഈ മാസം 2 മുതൽ സ്വദേശിവൽക്കരിച്ചു. 2025 ജാനുവരി മുതൽ മറൈൻ കൺട്രോളർ, ഷിപ്പ് ട്രാഫിക് കൺട്രോളർ എന്നീ വിഭാഗവും സ്വദേശിവൽക്കരിക്കും. 2026 ജാനുവരി മുതൽ ജനറൽ സിസ്റ്റം അനലിസ്റ്റ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓപ്പറേറ്റർ എന്നീ തസ്തികകളും പുതിയ നിയമത്തിന് വിധേയമാക്കും. 2027 ജാനുവരി വെബ്സൈറ്റ് ഡിസൈനർ, ഓപ്പറേഷൻസ് അനലിസ്റ്റ് എന്നീ മേഖലയും സ്വദേശിവൽക്കരിക്കും.